തടയാനുള്ള ഒരു ശ്രമം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്നുണ്ടോ ഈ വീഴ്ച വരുത്തിയവരുടെ ഭാഗത്തു നിന്ന് തന്നെ? അജിത്, ഒന്നാമത് നടപടിക്രമം ഈ മനോജിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതാണ്. തദ്ദേശ സെക്രട്ടറി നിർദ്ദേശം നൽകി കഴിഞ്ഞു. അത്തരത്തിലേക്ക് മാറ്റാൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തിലേക്ക് അതൊരു നിർദ്ദേശം പോയി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. തദ്ദേശ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കാരണം ഈ മനോജ് എവിടെയാണെന്ന് 2 ആഴ്ചയിലധികമായി ആർക്കും അറിയില്ല. ആ സാഹചര്യത്തിലാണ് നഗരസഭയുടെ ചെയർമാൻ വെള്ളർ അബ്ദു ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ സെക്രട്ടറിയുടെയും അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും അറിവോടെ അല്ലാതെ ഇങ്ങനെ മാറ്റാൻ കഴിയില്ല. നമുക്കൊരു നടപടിക്രമത്തിലേക്ക് വരികയാണെങ്കിൽ വോട്ട് മാറ്റണമെങ്കിലോ വോട്ട് ചേർക്കണമെങ്കിലോ നമ്മൾ അപേക്ഷ കൊടുക്കണം. അങ്ങനെ മാറ്റുന്നുവെന്ന തരത്തിലേക്ക് തിരിച്ച് നോട്ടീസ് അപേക്ഷകന് കൊടുക്കണം. അങ്ങനെയുള്ള ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഇവിടെ കൊടുവള്ളിയിൽ ഒരു നടപടിക്രമവും പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിവായി ഇവിടുത്തെ നഗരസഭയിൽ തന്നെ അതിന് രേഖകൾ ഉണ്ടാവണം. ഒരു രേഖകളുമില്ല. അപ്പോൾ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് മനോജിന്റെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ആര് തിരിമറി നടത്തി മനോജ് അറിയാതെ ആ യൂസർ ഐഡിയും പാസ്വേഡും പോകില്ല. അപ്പോൾ UDF ആരോപണം